ജയിച്ചു എന്ന് കരുതണ്ട. ഒരു പാവം പെണ്ണിന്റെ മാനം അവളുടെ അനുവാദം ഇല്ലാതെ കവർന്നതിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ നിനക്ക് വാങ്ങിത്തരും. ഈ സോഫിയ നിനക്കറിയില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവസാനമായിട്ട് എന്നെ ഒന്ന് കാണണ്ടേ അല്ലേ? സോഫിയ ആൻറ്റി, ഓപ്പൺ യുവർ ഐസ് സ്ലോലി. ASP സെലീനയോട് ടീന പറഞ്ഞതൊക്കെ നേര് തന്നെ. കുഞ്ഞിന്റെ കാര്യം കുമ്പസാരത്തിൽ എന്നോട് പറഞ്ഞു. അതിനുശേഷമാ സെലീനയോട് സംസാരിച്ചത്. അച്ഛൻ എന്നാ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതങ്ങനെ ഒറ്റവാക്കി പറയാൻ എനിക്കറിയാൻ മേല. ചെറുപ്പത്തിൽ തന്നെ അപ്പൻ ഉപേക്ഷിച്ചതും പട്ടിണിയായി ജീവിച്ചതുമൊക്കെ ടീനയുടെ മനസ്സിലെ വിദ്വേഷത്തിന്റെ ഘടകങ്ങളാ. ചുറ്റുപാട് ഗവനിക്കാതെ ഒരാളെ കുറ്റവാളിയാക്കരുതെന്നാമേ. കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് കുഞ്ഞിനെ ടീനയ്ക്ക് തന്നെ കൊടുക്കാൻ തയ്യാറായിട്ടാ സെലീനെ ടീനയെ ചെന്ന് കണ്ടത്. അപ്പോഴാ കുഞ്ഞിനെ അപ്പനായ റിച്ചിക്ക് കൊടുക്കാൻ ഒക്കത്തില്ലാന്ന് ടീന പറഞ്ഞത്. കാര്യങ്ങൾ പിന്നെയും കുഴക്കുകയാണോ അവള്? അല്ല, ടീനയ്ക്ക് അവളുടേതായ ചില യുക്തികളുണ്ട്. റിച്ചി സ്വന്തം അനിയത്തിൽ തന്നെ കിട്ടണമെന്നാ ടീന പറയുന്നത്. അപ്പോ കൊച്ചിനെ അവക്ക് തന്നെ കൊടുക്കണമെന്നല്ലേ? അല്ല, ആ കാര്യത്തിൽ ഞാനും ടീനയുടെ വശം തന്നെ. തൽക്കാലം അവർ സന്തോഷത്തോടെ കുഞ്ഞിനെ ഏറ്റെടുക്കും. പക്ഷെ പിന്നെ ആ കുഞ്ഞ് അവരുടെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നമാവും. കുഞ്ഞിനോട് ട്വിങ്കിളിന്റെ ദേഷ്യവും പകയും തോന്നും. ഇനി ട്വിങ്കിൾ പ്രസവിച്ചാലോ, അപ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ എത്രയോ തവണ നാട്ടിൽ നടക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. പിന്നെ എന്നാ വേണമെന്നാ ടീന പറയുന്നേ? സ്വത്തുക്കളും കമ്പനിയും ഒക്കെ ബോബന്റെ പേരിൽ എഴുതിത്തരാൻ ടീന തയ്യാറാ. പകരം ഈ തറവാട്ടിൽ ബോബന്റെ കുഞ്ഞായി അവന് വളരണം. അച്ഛന് തന്നെ പോക്കണം കേടായി പറയുന്നേ. കർത്താവ് സഹായിച്ച് ആവശ്യത്തിന് സ്വത്തും പണമൊക്കെ ഇവിടെയുണ്ട്. അവൾ എഴുതി തന്നിട്ട് വേണ്ട ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ. അനാഥ കൊച്ചുങ്ങളെ ഇവിടെ ഇട്ട് വളർത്താനും പറ്റുകയില്ല. ചാടിക്കേറി അങ്ങനെ പറയാതെ എന്നമ്മേ, ഒന്നുകൂടെ ആലോചിച്ച്. കൂടുതൽ ആലോചിച്ച തെങ്ങുമൂട്ടിക്കാരുടെ നാണോമാനോ ഇല്ലാതാവൂ അച്ഛോ. അമ്മച്ചി എന്നാത്തിനാ അച്ഛനോട് ദേഷ്യപ്പെടുന്നേ? അച്ഛനൊരു ദൂതും കൊണ്ട് വന്നതല്ലേ? എന്നാടാ ആ ദൂത് നിനക്കങ്ങോട്ട് ഏറ്റെടുക്കണമെന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? ആ, എന്നാ നീ അവിടെ മിണ്ടാതിരി. അച്ഛൻ ചായ കുടിച്ചാട്ടെ. ഈ വിഷയം എന്നതായാലും ഇനി ഇവിടെ പറയണ്ട. ഒരു കുഞ്ഞിന്റെ കാര്യം. അങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങള് തന്തയും തള്ളയില്ലാതെ ഈ നാട്ടിൽ അലഞ്ഞു നടപ്പുണ്ട്. നാളെ പിറ്റേന്ന് അതുങ്ങളെയും വിളിച്ച് അച്ഛനെങ്ങി കേറി വരുമല്ലോ. അന്നാമ്മേ, ഇതുങ്ങളെ കൂടെ വളർത്തിയാട്ടെ എന്നും പറഞ്ഞു. അവളുടെ സ്വത്തുക്കള് അച്ഛൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് 1 2 ആയമാരെ വെച്ച് നല്ല നിലയിൽ അച്ഛൻ തന്നെ വളർത്തിയാട്ടെ ആ കൊച്ചിനെ. അച്ഛൻ പിണങ്ങി പോവാന്നോ? ഏയ് അല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിക്കാര്യം വരുമ്പോ അച്ഛൻ തന്നെ ഇങ്ങോട്ട് വന്നോളൂ. ദേ, ഒരു കാര്യം നിന്നോട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ. ടീനെ ചെന്ന് കാണാനോ കൊച്ചിന്റെ കാര്യം മനസ്സിലിട്ട് കുഴയ്ക്കാനോ നിന്നാ അമ്മച്ചിയുടെ നല്ല സ്വഭാവം അങ്ങ് മാറും. ആ, മമ്മിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? തൽക്കാലം കുഴപ്പമൊന്നും കാണുന്നില്ല. ബ്രെയിൻ സ്കാൻ ചെയ്ത് നോക്കി. ഒരിടത്ത് വളരെ ചെറിയൊരു ബ്ലഡ് ക്ലോട്ടിംഗ് കാണുന്നുണ്ട്. അത് അപകടമല്ലേ ഡോക്ടർ? യാ, ഇൻ നോർമൽ കേസ്. പക്ഷേ ഇതൊരു കടുകുമണിയേക്കാൾ ചെറിയ വലിപ്പത്തിലാണ് രക്തം കട്ട പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപകടമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വല്ലതും ഉണ്ടാവുമെന്നറിയാൻ മിസ്സസ് സോഫിയ ഉണരണം. ഞാൻ മമ്മിയൊന്ന് കണ്ടോട്ടെ? സോറി, ഒന്നാമതിപ്പോൾ സെഡേഷനില്ല. രണ്ടാമത് ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ക്ലോട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ
വല്ലാതെ പേടി തോന്നുന്നു ഡോക്ടർ. അതിന്റെ കോൺസിക്വൻസസ് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ലുക്ക് സെലീന, ബ്ലഡ് ക്ലോട്ടിംഗ് മൂലമുള്ള കുഴപ്പങ്ങൾ എന്തായിരിക്കും എന്ന് പ്രവചിക്കാൻ ഒരു സർജനും സാധ്യമല്ല. ഏതെങ്കിലും ഒരു വശം തളർന്നു പോകാം, സംസാരശേഷി നഷ്ടപ്പെടാം, കാഴ്ച നഷ്ടപ്പെടാം, ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയായി പോകാം, ഇങ്ങനെ എന്തും. അതേസമയത്ത് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഇരിക്കാം. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് നത്തിങ് വിൽ ഹാപ്പൻ. മമ്മിയെ എപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് കൊണ്ടുവരിക? ഉച്ചയ്ക്ക് ശേഷം ഇൻറ്റൻസീവിലേക്ക് മാറ്റും. ആ സമയത്ത് കയറി കണ്ടോളൂ. അല്ല, ഇത് ചെയ്ത് അക്രമിയെ പിടിച്ചോ? ഇല്ല ഡോക്ടർ, വീട്ടിലേക്ക് ഫോറൻസിക് എക്സ്പെർട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് അങ്ങോട്ട് പോകണം. സംഭവം നടന്നത് മമ്മിയുടെ ബെഡ്റൂമിൽ വെച്ചായതുകൊണ്ട് വിശദമായ അന്വേഷണം വേണം. സർവീസ് കാലത്തെ പഴയ ശത്രുക്കളാരെങ്കിലും? ഒരു മർഡർ അറ്റംപ്റ്റ് നടത്താൻ മാത്രമുള്ള ശത്രുതയൊന്നും ആർക്കും ഉള്ളതായി എനിക്കറിയത്തില്ല. അടുക്കള തുറന്നു കിടന്നിരുന്നു. കൂടുതലൊന്നും അന്വേഷിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാനിവിടെയായിരുന്നല്ലോ. ഓക്കെ, സെലീന പോയിട്ട് ഉച്ചയ്ക്ക് വന്നാൽ മതി. മമ്മിയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട. വി വിൽ ഡു അവർ ലെവൽ ബെസ്റ്റ്. ഡോക്ടർ, എനിക്ക് എൻ്റെ മമ്മി മാത്രമേ ഉള്ളൂ. വിഷമിക്കാതെ, ഷീ വിൽ ബി ഓൾ റൈറ്റ്. ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. നീ എന്താ ടീനയുടെ മുറിയിലേക്ക് ചെല്ലാത്തെ? ഓ, എന്നെ കാണുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല. എന്നാര് പറഞ്ഞു? ചേച്ചി തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അത് പലതവണ പ്രകടിപ്പിച്ചതാ. പിന്നെന്തിനാ ഞാൻ ശല്യമായിട്ട് അവിടെ കയറി ചെല്ലുന്നേ? ടിങ്കു, ടീന ഇപ്പൊ പഴയ പോലല്ല. ഉണർന്നിരിക്കുമ്പോഴൊക്കെ തിരുരൂപത്തിൽ നോക്കി പ്രാർത്ഥന. പ്രധാനമായിട്ടും പണ്ട് ചെയ്തു പോയ തെറ്റുകൾ മാപ്പാക്കാനുള്ള യാചനയാ. ഹോസ്പിറ്റലിൽ പോയ ടീനയല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. നിന്റെ ചേച്ചിയല്ലേ, അതും മരണത്തിന്റെ വരവും കാത്തു കിടക്കുന്ന അവസ്ഥ. അതിലെന്നെ അച്ചായി എത്ര അത്ഭുതം. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് സകലർക്കും അറിയത്തില്ലേ? ആ ശമ്പളത്തിന്റെ പങ്ക് പറ്റാൻ എന്നതായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇങ്ങനെയൊന്നും പറയില്ല ടിങ്കു. പറഞ്ഞ പഴയ ടീനയുടെ പകർപ്പായി പോകും നീ. പാപികളോട് പൊറുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാനിപ്പം ചേച്ചിയുടെ മുന്നിലോട്ട് ചെല്ലണമെന്ന് ഇച്ചാൻ എന്നെ എത്ര നിർബന്ധം? നീ അടുത്തേക്ക് ചെന്നാൽ അവൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിന്റെ സ്നേഹം അവൾക്കൊരു ആശ്വാസമാവും. അയ്യോ എന്റെ പൊന്നെ, ചിരി വരണ കാര്യങ്ങളൊന്നും പറയല്ലേ. ആ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ടിങ്കിളിന് ഉറങ്ങാനൊക്കത്തില്ല. ഇച്ചാൻ എന്നെ പറഞ്ഞാലും ഇനി ഞാൻ ആ മുഖത്തേക്ക് നോക്കത്തില്ല. ചാവാൻ കിടക്കുമ്പോഴും അസൂയം കുശുമ്പുവാ. അതുകൊണ്ടല്ലേ ഇച്ചാൻ എന്നെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് അപ്പച്ചനോട് പറഞ്ഞത്. അവൾ അങ്ങനൊന്നും പറഞ്ഞു കാണത്തില്ല. അങ്കിള് തെറ്റിദ്ധരിച്ചായിരിക്കും. ആയിരിക്കും, പക്ഷെ എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. കാമുകനെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുവിനെ ഏത് പെണ്ണും ഞൊടിയിട കൊണ്ട് തിരിച്ചറിയും. വന്നു കയറിയ ദിവസം തന്നെ ആ തിരിച്ചറിവ് എനിക്കുണ്ടായതാ. ഓ, അപ്പൊ ടീന നിന്റെ ശത്രു അല്ലേ? അതാദ്യം പറഞ്ഞത് ഞാനല്ല, ചേച്ചി തന്നെ. എന്തിനാ ചേച്ചി എന്നുള്ള വിളി? ആ വാക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ. അതുകൊണ്ട് നീ ഇനി ടീനയെ പേര് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഓ, ഞാൻ റെഡി. കുട്ടിക്കാലം തൊട്ട് വിളിച്ച് ശീലിച്ചതൊന്നല്ലല്ലോ ചേച്ചിന്ന്. ഇപ്പൊ എനിക്ക് ഉറപ്പായി, പണ്ടത്തെ ടീനയുടെ പ്രേതം നിന്റെ ദേഹത്ത് കൂടിക്കഴിഞ്ഞു. അതിന്റെ ദുരന്തം കൺമുന്നിൽ കണ്ടിട്ടും നീ മാറാൻ തയ്യാറാവുന്നില്ല. കൊള്ളാം. ഞാൻ മാറാൻ തയ്യാറാ. അവളെ പോലെ ക്രൂരതയൊന്നും എന്റെ മനസ്സിലില്ല. ഇച്ചായനും ഞാനും തമ്മിലുള്ള കല്യാണത്തിന് അവള് സമ്മതിക്കട്ടെ. ആ നിമിഷം മുതൽ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങി. അവള് സമ്മതിച്ചാല് എനിക്ക് സമ്മതമല്ലെങ്കിലോ? ഒരാള് വെള്ളം
വെള്ളം. ഓ. ആ, മതിയായടോ. ഒരിറക്കല്ലേ കുടിച്ചോളൂ. അതല്ലടോ, ജീവിച്ചിട്ട് മതിയായിന്ന്. ഈ ശരീരത്തിന്റെ ഭാരം ഒന്ന് അവസാനിപ്പിച്ചു തരാൻ ഭഗവാനോട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്തിനാടോ ഇങ്ങനൊരു ജന്മം? ഉറ്റവരുടെയും ബന്ധുക്കളുടെയും നാശം കണ്ട് കണ്ണു നിറയ്ക്കാനോ? അങ്ങനെ പറയരുത് മുതലാളി. സോഫി കുഞ്ഞിന് ഒന്നും വരത്തില്ല മുതലാളി. തക്ക സമയത്ത് സെലീനെ കുഞ്ഞ് കണ്ടതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ. ഭഗവതി ഒരാപത്തും വരുത്തില്ല. വിശ്വാസങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ ദൈവം ഒളിച്ചു കളിക്കുക. അങ്ങനെയൊന്നും പറയരുത് മുതലാളി. ഓരോരോ കാലത്ത് ഓരോന്ന് വന്ന് പെടുന്നത് ജാതകദോഷം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ തറവാട്ടിൽ ഒരു കള്ളം കയറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. യവനൊക്കെ കയറി കട്ടാ പോരെ. എന്തിനാ മനുഷ്യനെ കൊല്ലാൻ നടക്കുന്നത്? പാമ്പ് കുത്തി കൊല്ലട്ടെ അവനൊക്കെ. അതുകൊണ്ട് എന്താണോ കേശു കാര്യം? സോഫിക്ക് പറ്റിയതില്ലാണ്ടാവോ? അടുക്കളയിൽ എന്തായി കാര്യങ്ങള്? അവിടെ തകൃതിയായിട്ട് പരിശോധന നടക്കുന്നുണ്ട് മുതലാളി. കള്ളൻ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടുപിടിക്കാനുള്ള വകുപ്പ് ഇപ്പൊ പോലീസിന്റെ കയ്യിലുണ്ടല്ലോ. ആ കള്ളനെ ഒന്ന് പിടിച്ചിട്ട് വേണം സെലീന് കുഞ്ഞിന്റെ സമ്മതത്തോടെ അവന്റെ മോന്തക്കെട്ടൊന്ന് കൊടുക്കാൻ. എന്നാലും കേശു, അവൻ കള്ളനല്ലെന്നാ എനിക്ക് തോന്നണേ. അവൻ സോഫിയെ അപകടപ്പെടുത്താൻ വന്ന ഏതോ വാടക കൊലയാളിയാണ്. എന്തിനാ ഇപ്പം സോഫിയെ ഉപദ്രവിക്കുന്നത്? സോഫിക്കും സെലീനയ്ക്കും ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ. അവരാരെങ്കിലും അയച്ച കൊലയാളിയായിരിക്കും. ഫിലിപ്പോസ് ആവാൻ വഴിയില്ല. അയാൾ ഒരു മുഴുഭ്രാന്തന. പിന്നെ ശത്രുക്കൾ എന്ന് പറയാനായിട്ട് ആരാ ഉള്ളത്? സോനയുടെ പഴയ ഭർത്താവ് അയാൾ സന്യാസം സ്വീകരിച്ച് ഏതോ ആശ്രമത്തിൽ പോയെന്നല്ലേ കേട്ടത്. എനിക്ക് തോന്നുന്നത് കള്ളൻ കപ്പലിൽ തന്നെ അല്ലേന്നാ. അതെന്താ കേശു അങ്ങനെ പറഞ്ഞത്? അല്ല, ആരെയും ഇക്കാലത്ത് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്നാ. ഈ വീട്ടില് പലതരക്കാരാ. സ്നേഹമുള്ളവര്, സ്നേഹം ഭാവിക്കുന്നവര്. എല്ലാരെയും മുതലാളി ഒരുപോലെ സ്നേഹിക്കുക. അതാ കുഴപ്പം. നെല്ലും പതിരും തിരിച്ചറിഞ്ഞു വേണം പെരുമാറാൻ. ഇനിയെങ്കിലും കാര്യങ്ങൾ മുതലാളി കണ്ണു തുറന്ന് കാണണമെന്നൊരു അപേക്ഷയുണ്ട്. എല്ലാരും സ്നേഹിച്ച് വഞ്ചിക്കുന്നവരാ. ആരാ സ്നേഹിച്ചു വഞ്ചിക്കുന്നയാള്? പറ കേശു, ആരാ? ഇല്ല, കുടുംബകലകം ഞാനായിട്ട് ഉണ്ടാക്കില്ല. ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് കഴിയുന്നവനാ ഞാൻ. I think this is a clear theft attempt. എന്ന് തന്നെയാണ് സാർ ഞങ്ങൾക്കും തോന്നുന്നത്. കത്തിയോ ഏതെങ്കിലും മൂർച്ചയുള്ള ആയുധമോ വെച്ച് ലോക്ക് ഇളക്കിയെടുത്തതായി കാണാനുണ്ട്. ഫിംഗർ പ്രിന്റ്സ് അകത്തും പുറത്തും വളരെ വ്യക്തമായുണ്ട്. അതിൽ പക്ഷേ വീട്ടുകാരുടെയും കണ്ടേക്കാം. എന്തായാലും ലിസ്റ്റഡ് ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവും. യെസ്, മിസ്റ്റർ രാജ്മോഹൻ എത്രയും വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ലിസ്റ്റഡ് ക്രിമിനൽസിൽ ആരുടെയെങ്കിലും വിരലടയാളമാണെങ്കിൽ 12 മണിക്കൂറിനകം we can take that criminal in custody. This is an old one. ആകെ തുരുമ്പിച്ച്. യെസ്, തുരുമ്പ് തമ്പി. എന്താ സർ? ഒരു സ്ഥിരം ക്രിമിനൽ ഉണ്ട്, തുരുമ്പ് തമ്പി എന്നാ പേര്. അയാൾ എപ്പോഴും ഇതുപോലുള്ള തുരുമ്പിച്ച ആയുധങ്ങളാണ് ഉപയോഗിക്കാറ്. അപ്പോ അയാളായിരിക്കും സർ കൊലപാതക ശ്രമത്തിന് പിന്നിൽ? ഐ ആം നോട്ട് ഷുവർ. എങ്കിലും ഫിംഗർ പ്രിന്റ്സ് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ഈ തുരുമ്പ് തമ്പിയെ തന്നെ പരീക്ഷിക്കണം. ഇൻ കേസ് ലിസ്റ്റഡ് ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആവുന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സ് എടുക്കേണ്ടി വരും സർ.